ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുവാണ് പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചുകൾ. എന്നാൽ സ്പോഞ്ചിന്റെ കാര്യത്തിൽ പ്രത്യേക പരിപാലനം ആവശ്യമാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ടോയ്ലറ്റിൽ ഉള്ളതിനേക്കാൾ രോഗാണുക്കൾ സ്പോഞ്ചിൽ ഉണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പാത്രം കഴുകുന്ന സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പുകളും സിങ്കും വൃത്തിയാക്കുന്നവരുമുണ്ട്. കൂടാതെ എണ്ണയോ മറ്റ് ദ്രാവകങ്ങളോ തുടയ്ക്കാനും ഇതേ സ്പോഞ്ച് ഉപയോഗിക്കുന്നത് തെറ്റായ കാര്യമാണ്. വ്യത്യസ്ത പ്രതലങ്ങളിൽ നിന്നായി ഭക്ഷണാവശിഷ്ടങ്ങൾ, എണ്ണ എന്നിവയൊക്കെ ബാക്ടീരിയകളെയും സ്പോഞ്ച് ആഗിരണം ചെയ്യും. ഇത് പാത്രം കഴുകുന്ന സമയത്ത് സ്പോഞ്ചിലെ ബാക്ടീരിയകൾ പാത്രങ്ങളിലും കടന്നു കൂടുന്നതിന് കാരണമാകും. അതിനാൽ ഓരോന്നിനും പ്രത്യേക സ്പോഞ്ചുകളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ. ഒരു സ്പോഞ്ച് കാലങ്ങളോളം ഉപയോഗിക്കുന്ന ശീലവും നല്ലതല്ല. പുറമെ വൃത്തിയായി തോന്നിയാലും അവ ഉപയോഗിക്കുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ബാക്ടീരിയകൾ പെരുകും. അതുകൊണ്ട് പരമാവധി 2 ആഴ്ചയ്ക്കുള്ളിൽ സ്പോഞ്ചുകൾ മാറ്റണം. ഉപയോഗിച്ച ശേഷം നനവോടെ വയ്ക്കുന്ന സ്പോഞ്ചുകളിലും ബാക്ടീരിയകൾ പെട്ടെന്ന് കയറിക്കൂടും. ഉപയോഗശേഷം സ്പോഞ്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കണം. നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്ത ശേഷം നന്നായി വായു സഞ്ചാരം ലഭിക്കുന്ന സ്ഥലത്ത് തൂക്കിയിടുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു.